ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റീസെൻ്റായി വന്ന SIR ലിസ്റ്റിൽ പേരില്ലാത്തവർ വീണ്ടും പുതിയ വോട്ടർ ID അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ പുതിയ വോട്ടർ ID അപ്ലൈ ചെയ്തവർക്കായിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുൻപായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ നമുക്ക് പുതിയ വോട്ടർ ID അപ്ലൈ ചെയ്തവർക്ക് ആ വോട്ടർ IDയുടെ കറൻറ്റ് സ്റ്റേറ്റസ് എന്താണ്, അതെങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പുതിയ വോട്ടർ ID അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു റെഫറൻസ് നമ്പർ മെസ്സേജായി വരും. ആ നമ്പർ യൂസ് ചെയ്താണ് നമ്മൾ പുതിയ വോട്ടർ IDയുടെ കറൻറ്റ് സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി നമ്മുടെ മൊബൈലിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇതിനായി ഈ സെർച്ച് ബാറിൽ voters.eci.gov.in 2025 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ECIയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ഇൻ്റർഫേസിൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ഈ ക്യാപ്ച ടൈപ്പ് ചെയ്ത് റിക്വസ്റ്റ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ റിസീവ് ആകും. അതിവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജ് റെഫറൻസ് നമ്പർ എന്നൊരു ബോക്സ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പുതിയ വോട്ടർ ID അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് നമ്പർ മെസ്സേജായി വരും. ആ റെഫറൻസ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. നമ്മുടെ പേര് കാണാൻ സാധിക്കും. നമ്മൾ ഏത് താലൂക്കാണ് അല്ലെങ്കിൽ ഏത് കോർപ്പറേഷനാണ് അത് കാണാൻ സാധിക്കും. ഈ പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ വോട്ടർ ID എന്നാണ് അപ്ലൈ ചെയ്തത്, വെരിഫിക്കേഷൻ എന്നാണ് വന്നത്, ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റായി നമ്മുടെ പുതിയ വോട്ടർ IDയുടെ കറൻറ്റ് സ്റ്റേറ്റസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ എനിക്ക് നോട്ട് ഡിസ്പാച്ചിങ് അണ്ടർ പ്രിൻറ്റിങ്ങിലായിരിക്കുന്നതെന്നാണ് ഷോ ആകുന്നത്. ഓക്കെ ഫ്രണ്ട്, ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മുടെ പുതിയ വോട്ടർ IDയുടെ കറൻറ്റ് സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് പുതിയ വോട്ടർ IDയുടെ കറൻറ്റ് സ്റ്റേറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.